അപ്പോൾ ഇത് കേട്ടുകൊണ്ട് എല്ലാവരും ചെന്ന് കണ്ണടച്ച് ETF പണം ഇടണം എന്നല്ല ഈ പറയുന്നത്. അതായത് എന്താണ് ഈ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അഥവാ ഗോൾഡ് ETF പ്രത്യേകത? അത് ഒരു ഡിജിറ്റൽ ഗോൾഡാണ്. അതായത് ഗോൾഡ് നമ്മൾ കൃത്യമായിട്ട് കയ്യിൽ വാങ്ങുന്നില്ല, വിൽക്കുന്നില്ല. പകരം നമ്മൾ ഓഹരി കമ്പോളത്തിൽ ചെയ്യുന്നത് പോലെ തന്നെ എന്താണ് ഡിജിറ്റൽ ആയിട്ടുള്ള ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഉയർന്നു നിൽക്കുമ്പോൾ, വില ഉയർന്നു നിൽക്കുമ്പോൾ നമുക്ക് വിൽക്കാം, താഴ്ന്നു നിൽക്കുമ്പോൾ നമുക്ക് വാങ്ങാം. ഗോൾഡ് ETF വില താഴ്ന്നു നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിക്ഷേപിക്കുന്നു. വില ഉയരുമ്പോൾ നമ്മൾ അതിനെ വിറ്റ് ഒഴിയുന്നു. അപ്പൊ എന്താ സംഭവിക്കുക? ഇപ്പോ നമുക്കറിയാം, നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഇങ്ങനെ പതുക്കെ കയറി ഇറങ്ങി പോവുകയാണ്. അപ്പൊ എപ്പോഴും ഒരു അപ്വേർഡ് മൂവ്മെന്റ് ആണെന്ന് ഓർക്കണം. എന്ന് വെച്ചാല് വാങ്ങിയതിനേക്കാൾ ചെറിയതായിട്ട് താഴേക്ക് പോകും, പിന്നെ അതിനേക്കാൾ കൂടുതൽ മുകളിലേക്ക് പോകും. ഈ തരത്തിലാണ് സ്വർണത്തിന്റെ വിലയിലെ വ്യത്യാസം നമ്മളിപ്പോ കാണുന്നത്. അപ്പോൾ ഈ ഗോൾഡ് ETF വെക്കുകയാണെങ്കിൽ നമ്മൾ സ്വർണം കയ്യിൽ വെക്കുകയോ അത് കൊണ്ടുനടക്കുകയോ ഒന്നും ചെയ്യേണ്ട ബുദ്ധിമുട്ടില്ല. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരവസ്ഥയാണ് സംജാതമാവുക.